എന്തുകൊണ്ടും ജനകീയമായ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, UDFിൽ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ തീരദേശത്ത് സമാധാനവും പുരോഗമനവും വളർച്ചയും കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു മനസ്സിലാക്കലിൻ്റെ, ആ ഒരു നേർക്കാഴ്ചയുടെ, ആ ഒരു വിചിന്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ചുവട് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറ്റിയത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ മാധ്യമങ്ങളിലെ വലിയ വാർത്തയാണ്. അതിക്രൂരമായാണ് ബൈലിൻദാസ് എന്ന സീനിയർ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായ അഭിഭാഷകയെ മർദ്ദിച്ചത്. ഫോട്ടോയടക്കം നാം കണ്ടതാണ്. ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്, സംശയമേയില്ല. ഇപ്പോൾ ഈ സംഭവം മറ്റൊരു വിവാദത്തിലേക്ക് നീങ്ങുകയാണ്, രാഷ്ട്രീയ വിവാദത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ത്? ഇദ്ദേഹം LDFകാരനാണ്, CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ കൗൺസിലറായി LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എന്നാണ് ഓൺലൈൻ മലയാള മനോരമയിൽ വന്ന വാർത്ത. ആ വാർത്ത ഏറ്റുപിടിച്ച് VD സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ക്രൂരനായ അഭിഭാഷകൻ LDFകാരനാണ്, CPMകാരനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എന്താണ് വസ്തുത? 2015 അദ്ദേഹം മത്സരിച്ചിരുന്നു. CPIയുടെ പ്രതിനിധിയായി നഗരസഭാ കൗൺസിലിലേക്ക് മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബൈലിൻദാസ് എന്ന ഈ അഭിഭാഷകൻ ഇടതുപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു, എൻ്റെ മാതൃസംഘടന അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് പ്രേക്ഷകർ തീരുമാനിക്കൂ എന്താണ് ബൈലിൻദാസിൻ്റെ രാഷ്ട്രീയം എന്ന്. ഞാൻ അഡ്വക്കേറ്റ് ബൈലിൻദാസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് എൻ്റെ തറവാട്, എൻ്റെ കുടുംബം ആയിരുന്ന ആ തറവാട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നേ തന്നെ ഞാൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം വിട്ട് മാറി നിൽക്കേണ്ടി വന്നു. എൻ്റെ തൊഴിലും ഇന്ത്യ മഹാരാജ്യത്തിന് അങ്ങോളം ഇങ്ങോട്ടുള്ള യാത്രകളും കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലേക്ക് എത്തിയത് തന്നെ എൻ്റെ ജനത്തെ സേവിക്കാനായിരുന്നു. ആ ഒരു നിമിഷത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എനിക്ക് വേഷമണിയേണ്ടി വന്നത്. വളരെ വിശ്വസ്തയോടെ കൂടെ നിന്ന് സാമൂഹിക സേവനം ചെയ്യാമെന്ന വാഗ്ദാനവുമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എന്നെ സമീപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് എനിക്കിന്നും നന്ദിയും കടപ്പാടുമുണ്ട്. എന്നാൽ ആ പ്രസ്ഥാനത്തിൻ്റെ അന്തസത്തതയെ മറന്നുകൊണ്ട് സമൂഹത്തിൽ വിഷം മാത്രം കുത്തിവെക്കുന്ന തരത്തിൽ നേതാക്കന്മാരുടെ പോക്ക് വളരെയധികം അമർഷമുളവാക്കുന്നു. എന്തായാലും അന്ന്, അതായത് 2015 ആണ്ട്, ഞാൻ വിശ്വസിച്ച പൂന്തുറയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോടൊപ്പം ഞാനൊരു യാത്ര ചെയ്തതാണ് കഴിഞ്ഞ നഗരസഭ ഇലക്ഷൻ. എന്തായാലും ദൈവഹിതം പോലെ തന്നെ ആ ഇലക്ഷനിൽ ഞാൻ തോൽപ്പിക്കപ്പെട്ടു, അതും എൻ്റെ ആളുകളാൽ. അതിലെനിക്ക് പരിഭവമോ പരാതിയോ ഒന്നും തന്നെയില്ല. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഏറിയ പങ്കും രാഷ്ട്രീയത്തിൽ ചെലവാക്കാതെ ഞാൻ എൻ്റെ തൊഴിലായ അഭിഭാഷക വൃത്തിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ സമകാലിക രാഷ്ട്രീയത്തിൽ തീരപ്രദേശത്ത് ഉണ്ടായ ഇരു പാർട്ടികളുടെയും നിലപാടുകൾ തുലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ജനകീയമായ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, UDFിൽ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ തീരദേശത്ത് സമാധാനവും പുരോഗമനവും വളർച്ചയും കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു മനസ്സിലാക്കലിൻ്റെ, ആ ഒരു നേർക്കാഴ്ചയുടെ, ആ ഒരു വിചിന്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ചുവട് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറ്റിയത്. അത്തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ജനത്തിനും എൻ്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ ഈ തിരിച്ചുവരവ്.
ഈ തിരിച്ചുവരവിൽ എന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മൃദുലതയുടെയും ഭാഷയിൽ വരവേറ്റ എൻ്റെ എല്ലാ തറവാട്ടിലെ മുതിർന്ന പിതാക്കന്മാരെയും എൻ്റെ എല്ലാ യുവ തുർക്കികളെയും, അതായത് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ, അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എന്നും അവരോടൊപ്പം ഉണ്ടാകുകയും പൂന്തുറയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാവി അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ തളർച്ചയിലും ഞാൻ ഓരോ നിമിഷവും ഇമ വെട്ടാതെ പാർട്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്.